ഹായ് ഫ്രണ്ട്സ്, ഹാപ്പിനെസ് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ധർമ്മശാലയിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധു പ്രതാപ്, റിമി ടോമി അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് നല്ല അടിപൊളി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നത്തേത് ഞാൻ വീഡിയോ എടുത്ത ദിവസം എന്ന് പറയുമ്പോൾ 18-ാം തീയതിയാണ്. ഇന്ന് റീമ കലിങ്കലിൻ്റെ ഡാൻസ്, അതുപോലെ തന്നെ ജോബ് കുര്യൻ്റെ പാട്ട് തുടങ്ങിയവയൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതോ കണ്ടില്ലേ, നല്ല ഹെവി ട്രാഫിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 18, 19-ാം തീയതി ഇവിടെ വരുന്നത് വേടനാണ് കേട്ടോ. വേടൻ അത്രയും ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നാളെ ഇതിനേക്കാളൊക്കെ ഒരുപാട് അധികം തന്നെ ആൾക്കാർ ഉണ്ടാവും. കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിലും ബ്ലോക്ക് ആയിരിക്കും എന്നുള്ളത് ഷുവറാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം വണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഒരു റോഡിൽ നമ്മൾ കയറിയപ്പം അവിടെ എവിടെയും സ്ഥലമില്ല. നമ്മൾ വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ ഇത് ഫുള്ളായിട്ട് ഇവിടെയൊക്കെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോരുകയാണ്. ഇന്നിതാണ് അവസ്ഥ എങ്കിൽ റിമി ടോമയ്ക്ക് വരുന്നത് അതോ വിധു പ്രതാപ് വരൊക്കെ വരുന്ന സമയത്ത് ഇതിലും വലിയ ആൾക്കാരുണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് 18-ാം തീയതിയാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ആ വരുന്ന വിധത്തിലാണ് ഇവിടെ ഒന്ന് കയറാമെന്ന് കരുതിയത്. അപ്പോൾ ഹസ്ബൻഡ് ആ തിരക്കും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ. അതൊന്ന് വാങ്ങിക്കൊടുക്കാറ പ്ലീസ്. ഈ ആകാശ് തൊട്ടിൽ കയറണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു വട്ടം കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാനിങ്ങനെ എൻ്റെ നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറിയാലോ എന്നൊക്കെ ഓർത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്റ്റാളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ കുറേയധികം സ്റ്റാൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് ഷോ നടക്കുന്നിടത്തൊന്നും നമ്മളിപ്പം പോയിട്ടില്ല. കാരണം നല്ല തിരക്കും ഉള്ളതുകൊണ്ട് തന്നെ ധൻഷു ബേബി ഒക്കെ ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെയുള്ള റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറി ഈ സ്റ്റാളൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സമയം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഫുഡൊക്കെ അടിച്ചു. അതിനിടയിൽ നമുക്ക് കേൾബ്രോ ബിജുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഫുഡ് അങ്ങനെ കാര്യമായിട്ട് കഴിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ളിലൊരു സ്റ്റേജ് ഉണ്ട് ഇതുപോലെ. അവിടെ ഗാനമേളയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ജസ്റ്റ് ഇതുവഴി ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗ്യാങ്ങിനൊക്കെ കൂട്ടി വന്നിട്ടാണ് ഫുഡ് ചെറിയ രീതിക്ക്, കാരണം അത്യാവശ്യം വിശപ്പ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ധനുഷ് ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഓരോരോ റൈഡ് അങ്ങ് കാണിച്ചിട്ട് അതിൽ കയറണം, അങ്ങനെ ഓരോന്നിലും മാറി മാറി അവൻ കയറുന്ന കേട്ടോ. പിന്നെ എനിക്കിത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആകാശത്തൊട്ടിൽ ഞാൻ ഒറ്റത്തവണ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ, പണ്ടെപ്പോൾ വിസ്മയ പാർക്കിൽ പോയപ്പം. പിന്നെ ഇപ്പോൾ ആരും എൻ്റെ കൂടെ അതിൽ കയറാൻ വേണ്ടിയിട്ടില്ല. ഒട്ടുമിക്ക പേർക്കും അത് കുറച്ച് പേടിയാണല്ലോ. എനിക്ക് പേടിയൊക്കെ തന്നെയാണ്, എന്നാലും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഗ്യാങ്ങിനേക്ക് കൂട്ടിയിട്ട് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. വിവിധ ഇനം ഫുഡുകളുണ്ട് കേട്ടോ ഇവിടെ. അത് കിഴങ്ങിനെ കൊണ്ട് ഉണ്ടാക്കിയ എന്തോ സംഭവമാണ്. അപ്പം നല്ല ബിരിയാണി, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോരോ ആൾക്കാരും അത് ടേസ്റ്റ് അവിടെ തന്നെ അത്യാവശ്യം നല്ല ക്യൂ. പിന്നെ നമ്മളിതാ കേൾബ്രോ ബിജുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. ശരിക്കും ഞാൻ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടല്ല പോയത്, കാരണം അവരൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആളാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ കേൾബ്രോ ആണ് നമ്മുടെ അടുത്ത് നമുക്ക് സെൽഫി എടുക്കാമെന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഞാൻ തിരിച്ചു കഴിയുമ്പോൾ എന്താ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. കേൾബ്രോ ആൻഡ് ഫാമിലിയാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു കേട്ടോ കുറച്ച് സമയം. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ. നല്ല ടേസ്റ്റ്, അത്യാവശ്യം ഒരു ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ ഇതാ കൊത്തു പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ വലിയ ശബ്ദത്തിൽ സോങ് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ എന്താ പറയുക മ്യൂസിക് അപ്പോഴും ഗാനമേളമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരുന്നപ്പം റിജുവായിട്ട് നമുക്ക് ഐസ്ക്രീം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് എപ്പോഴും ഫേവറേറ്റ് വാനിലയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ധൻഷു ബേബി കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി വേടം വരുന്ന ദിവസം, അതായത് 19-ാം തീയതിയാണ് ഇതിൻ്റെ എൻഡിങ്. അപ്പോൾ അന്ന് നല്ല തകർപ്പൻ പെർഫോമൻസ് ആയിരിക്കും. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വേടന അടുത്ത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ഇങ്ങോട്ടേക്ക് പോരാട്ടോ, ധർമ്മശാലയിലേക്ക്, എഞ്ചിനീയറിംഗ് കോളേജ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.